അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റു ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15, ഓരോ ഭാരതീയനും ആത്മാഭിമാനത്തോടെ ഓർക്കുന്ന സുദിനം. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സർക്കാർ അമൃതോത്സവം എന്ന പേരിൽ 75 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഗവൺമെൻറ് വിതുര UPSഉം 75 കുട്ടികളിലൂടെ കർമ്മധീരരായ 75 സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സ്മരണാഞ്ജലിയുമായി അതിൽ പങ്കാളികളായതിൽ വളരെയധികം സന്തോഷം. കോവിഡ് മഹാമാരി കാരണം നമ്മുടെ വിദ്യാലയങ്ങൾ നിശ്ചലമായിരിക്കുകയാണ്. എങ്കിലും വീട് ഒരു വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം വിദ്യാഭ്യാസം സാധ്യമായ ഈ അവസരത്തിൽ ഒരു മഹാമാരിക്കും നമ്മുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വിതുര സ്കൂളിൻ്റെ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരും. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. മഹാത്മജിക്ക് സ്മരണാഞ്ജലിയുമായി നമ്മുടെ മുന്നിലെത്തുന്നു വിതുര UPSലെ കൊച്ചു കൂട്ടുകാരി സോന. നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർമ്മപുരുഷൻ ആരെന്ന ചോദ്യത്തിന് രണ്ടാമത് ഒരു ഉത്തരമില്ല. ലോകം മുഴുവൻ ഇന്ന് ഈ സത്യം അംഗീകരിച്ചിരിക്കുന്നു. സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഭാരതത്തെ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് കരകയറ്റിയ ആ ഒറ്റയാൾ പട്ടാളം ആത്മീയ തന്റേടം കൊണ്ട് ഭൗതിക ലോകത്തെ കർമ്മബദ്ധമായി. കർമ്മമാണ് ജീവിതം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിലാണെന്ന് നമുക്കറിയാം. കരംചന്ദ് ഗാന്ധിയുടെയും പുതലിഭായിയുടെയും മൂന്നാമത്തെ പുത്രൻ. ബാല്യകാലത്ത് ലജ്ജാലുവായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാധാന്യം ജനകോടികളെ അറിയിക്കാൻ ആ സേതു ഹിമാചലം ഒരു കൊടുങ്കാറ്റായി വീശിയടിച്ചു. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കി. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ഗാന്ധിജി വർണ്ണ വിവേചനത്തിനെതിരെ തന്റെ സഹന സമരം ആരംഭിച്ചത്. അവിടെ അദ്ദേഹം അപമാനിതരായ ജനവിഭാഗത്തിന്റെ ആശയും ശബ്ദവുമായി മാറുകയായിരുന്നു. മോഹൻദാസ് എന്ന വിശ്വപൗരന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അരങ്ങൊരുക്കിയതും അവിടെ വെച്ച് തന്നെയായിരുന്നു. ഒരു പരിധി വരെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ദിതരും പീഡിതരുമായ കർത്തവർഗക്കാരുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ചമ്പാരനിലെ അവശരായ കർഷകരുടെ അവകാശ പുനഃസ്ഥാപനത്തിനായി തന്റെ സത്യാഗ്രഹ സമരം പരീക്ഷിച്ചു വിജയിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനവും 1930-ലെ ഉപ്പു സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉയർന്നു വന്ന ഇന്ത്യൻ ബഹുജന വികാരത്തിന്റെ ബഹുസ്ഫുരണങ്ങളാണ് ഉളവാക്കിയത്. പിന്നീട് ഗാന്ധിജിയുടെ ജീവിതം സമരങ്ങളുടെയും ജയിൽവാസങ്ങളുടെയും നിരന്തരമായ ഒരു ശൃംഖലയായിരുന്നുവെന്നേ പറയാനാകും. 1942-ലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇതിന്റെ ഒരു സമാഹാരമായിരുന്നു. ഗാന്ധിജിയുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യം സഫലമായത് അദ്ദേഹത്തെ സംബന്ധിച്ച് വേദനകളുടെ ഒരു കൂമ്പാരമാണ്. ഇന്ത്യ പാരതന്ത്ര്യത്തിന്റെ നെടുതുദ്രയിൽ നിന്നുണർന്ന് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിൽ വനിതചിത്തനായ രാഷ്ട്രപിതാവ് മതമൈത്രിക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. 1948 ജനുവരി 30-ാം തീയതി നാഥോറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തൻ 78 വയസ്സുള്ള മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. ആത്മത്യാഗത്തിന്റെ ബലിക്കല്ലിൽ അർപ്പണം ചെയ്ത ഫക്കീറിന്റെ ജനജീവിതം വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ സമസ്യകൾക്ക് ഒരു പൂരണമാണ്. മനുഷ്യൻ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയല്ലെന്നും എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മഹാത്മാഗാന്ധി. ഗാന്ധിസം എന്ന ആശയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും സത്യാന്വേഷികൾക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം ഒരു ദക്ഷിണ.